എവ്രി വൺ വെൽക്കം ബാക്ക് ടു ദ ബെറ്റർ പാർട്ട് വിത്ത് ഡോണ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു സൺഡേ ആയിട്ട് എല്ലാവരും പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് വിശുദ്ധരായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്ന് എനിക്ക് ചോദിക്കാനുള്ള, ഞാൻ വിചാരിച്ചൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചോദിക്കാമെന്ന്. പല സമയങ്ങളിലും ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരിക്കും? അതായത് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഒരു എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പറയാനാണെങ്കിൽ എൻ്റെ പപ്പ നവംബറിൽ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ആയിരിക്കുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്ന സമയത്ത് ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്ന ഒരാളെന്നുള്ള നിലയിൽ, ബൈബിൾ വായിക്കുന്ന, വിശ്വാസം അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്തായിരിക്കും ആദ്യത്തെ റിയാക്ഷൻ? എല്ലാവർക്കും ഊഹിക്കാവുന്ന ഒരു റിയാക്ഷൻ. ആദ്യത്തെ റിയാക്ഷൻ തന്നെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ബൈബിൾ വായിക്കുക, ദൈവം എന്താണ് ഇതിനകത്തു കൂടെ നമ്മളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ. അപ്പോൾ വെരി ഫസ്റ്റ് റിയാക്ഷൻ ഇങ്ങനത്തെ വലിയ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് എന്ന് പറയുന്നത് പ്രാർത്ഥനയും ദൈവാശ്രയവും മാത്രമാണ്. അതിലെനിക്ക് തോന്നുന്നില്ല ആർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും എന്നുള്ളത്. എന്നാൽ വേറൊരു സിനാരിയോ പറയാനാണെങ്കിൽ നമ്മളുടെ വർക്ക് ലൈഫിൽ വരുന്ന ഒരു പ്രശ്നം, നമ്മൾ ഭയങ്കര നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടാസ്ക് ഒരു ദിവസം നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അറിയില്ല, ഭയങ്കര ഫ്രസ്ട്രേഷൻ, എന്ത് ചെയ്തിട്ടും ശരിയാവാത്ത ഒരു അവസ്ഥ. അപ്പോൾ നമ്മളുടെ റിയാക്ഷൻ എന്തായിരിക്കും? ജോലിക്ക് പോകുന്നവരും പോകാത്തവരും ഒക്കെ വേണമെങ്കിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഏതൊരു ജോലിയുമായിട്ട് വേണമെങ്കിലും നമുക്ക് അതിനെ താരതമ്യം ചെയ്യാം. എന്തായിരിക്കും നമ്മളുടെ ഉടനെ ഒരു റിയാക്ഷൻ? എന്ത് റിയാക്ഷൻ ആണെങ്കിലും അത് ഉടനെ ഒരു ദൈവാശ്രയമായിരിക്കത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാര്യം ഈ രണ്ട് സിറ്റുവേഷനുകളിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു സിറ്റുവേഷൻ, അതായത് ഇപ്പോൾ ഒരു വെന്റിലേറ്ററിൽ ഇരിക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മൾക്ക് ദൈവാശ്രയം അല്ലാതെ വേറെ ഒരു നിവൃത്തിയേ. കാര്യം നമ്മളുടെ കയ്യിൽ നിന്നും ആ ഒരു സിറ്റുവേഷന്റെ കൺട്രോൾ പോയി. നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ ദൈവത്തിനെ ആശ്രയിക്കുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്തേക്ക് പോവുക, ദൈവം മാത്രം ആശ്രയമായിരിക്കുക എന്നൊന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കമ്പയർഡ് ടു ഇതുപോലത്തെ ഒരു എവറി ഡേ ലൈഫ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു ഓർഡിനറി ആയിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ, നമ്മൾക്ക് കൺട്രോൾ ഉണ്ട്. എൻ്റെ വർക്ക് ലൈഫിൽ എനിക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പം എനിക്ക് തോന്നില്ല ഉടനെ ഞാൻ പോയിട്ട് അയ്യോ ദൈവം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് കുറച്ചും കൂടെ ബൈബിളൊക്കെ വായിച്ച് ദൈവം എന്താണ് എന്നോട് പറയാൻ അതിൽ നിന്ന് അങ്ങനെ പെട്ടെന്നൊരു റിയാക്ഷൻ ഒരു 90% ആളുകളും ആദ്യം എടുക്കുന്നവരുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ദേ ആർ വെരി മെച്ചുവർഡ് ക്രിസ്ത്യൻസ് എന്ന് പറയാം. കൂടുതൽ ആളുകളും നമ്മൾ സ്വന്തമായി അതിനെ കൺട്രോൾ ചെയ്യാൻ നോക്കും, മാക്സിമം നമ്മൾ തന്നെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കും. അവസരം പറ്റാണ്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. എനിക്ക് തോന്നുന്നത് എന്തോ സാത്താൻ്റെ അറ്റാക്ക് ആണെന്ന് എൻ്റെ വിചാരം. ഇതായിരിക്കും നമ്മൾ ഫൈനലി ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. എന്നാലും ചിലപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയി ദൈവത്തിൻ്റെ ഒരു ഇഷ്ടം ഈ കാര്യത്തിൽ ചോദിക്കാൻ വഴിയില്ല. കാര്യം നമ്മൾ ഓൾറെഡി നമ്മളായിട്ടുള്ള എല്ലാ സൊല്യൂഷൻസും കൊടുത്തു കഴിഞ്ഞു. അവസാനം നമ്മളുടെ സൊല്യൂഷൻസ് ഒന്നും വർക്ക് ചെയ്യാത്തപ്പോഴത്തേക്ക് നമ്മൾ അതിനെ ഒരു പിശാചിൻ്റെ ആക്ടിവിറ്റി ആയിട്ട് കൺക്ലൂഡ് ചെയ്യുകയും ചെയ്തു. അപ്പം ഈ ഒരു സിറ്റുവേഷനിലാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത്. കാര്യം എല്ലാം നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ട്രയൽസും ട്രിബുലേഷൻസും എല്ലാം നമ്മളുടെ നാശത്തിനായിരിക്കാനോ, അല്ലെങ്കിൽ എല്ലാം എനിക്ക് തോന്നുന്നില്ല സാത്താൻ കൊണ്ടുവരുന്ന ടൈപ്പ് ഉണ്ട്. സ്പിരിച്വൽ വാർഫെയർ ഉണ്ട്. നമ്മളുടെ ലെറ്റേഴ്സിലുള്ളതുപോലെ ആരെ പിടിക്കണം എന്ന് നോക്കി ഇങ്ങനെ നടക്കുകയാണ് സാത്താൻ, അതുണ്ട്. അല്ലാതെ ചില ഇതുപോലത്തെ ഓർഡിനറി സിറ്റുവേഷൻസ് വരുന്നു. അതായത് നമ്മുടെ ജോബിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, നമ്മളെ കംഫർട്ട് സോണിൽ നിന്ന് പെട്ടെന്ന് ഒരു മാറ്റം വരുന്നു, പെട്ടെന്ന് ആളുകളുമായിട്ട് നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓർഡിനറി സിറ്റുവേഷൻസ് ആണ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന നമ്മളുടെ കൺട്രോളുള്ള സിറ്റുവേഷൻസ് ആണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ സിറ്റുവേഷൻസും നമ്മളുടെ അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അത് ചിലപ്പോൾ ഒരു എനിമി അറ്റാക്ക് ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കുക അങ്ങനെയല്ല, പിന്നെ ഇതിനിപ്പോൾ എന്താ? അതിൻ്റെ ഒരു ആൻസറാണ് എനിക്ക് തോന്നുന്നു യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു ആൻസർ ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതിങ്ങനെയാണ്: എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുകയും, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അപ്പൊ ഇതില് ഞാൻ ഈ ഒരു വേറെ ഒരുപാട് ബൈബിൾ വേഴ്സസ് ഉണ്ട് ഇത് സപ്പോർട്ട് ചെയ്യാനായിട്ട്. പക്ഷെ ഈ ഒരു ബൈബിൾ വേഴ്സ് പെർട്ടിക്കുലർലി എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ ഒരു സിറ്റുവേഷനായിട്ടുള്ള ദൈവം ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഒരു റിപ്ലൈ തരാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നു. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, അപ്പൊ വിവിധ പരീക്ഷകൾ വരും എന്നുള്ളത് ഓൾറെഡി അറിയാം.
അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞേക്കുന്ന പോലെ ഒരു ഒരു ബോട്ടുമായിട്ട് ഒരു നൗകമായിട്ടുള്ള ഒരു മെറ്റഫർ കണക്ഷൻസ് ആണല്ലോ. ഓളങ്ങളും പിന്നെ ഇളക്കങ്ങളും ഒക്കെ ജീവിത പരീക്ഷകളുണ്ട്, വിവിധ പരീക്ഷകൾ എന്തായാലും ഉണ്ട്. അതിലകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന പല സമയങ്ങളിലും നമ്മളുടെ ഫെയ്ത്തിന്റെ ടെസ്റ്റിംഗ് ആണ് ഈ വക സിറ്റുവേഷനുകളിൽ നടക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞു നടക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ കേട്ടോ, നമ്മൾ ഈ പറഞ്ഞു നടക്കുന്ന വിശ്വാസമൊക്കെ നമുക്ക് ശരിക്കും ഉണ്ടോ എന്നൊരു പ്രശ്നം വരുമ്പോൾ അറിയാം. അത് ഞാൻ പല വീഡിയോകളിലും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഇങ്ങനത്തെ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന, നമ്മൾ ഫെയ്ത്ത് ടെസ്റ്റ് ചെയ്യുന്ന, അപ്പൊ ഇത് ഡെഫിനറ്റ്ലി ആദ്യമേ നടക്കുന്നത് ഈ ട്രയൽ ഒരു ടെസ്റ്റിംഗ് ആണ്. ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുവാണ്. അവസാനം പരിശോധിച്ച് നമ്മളുടെ ഫൈനൽ കൺക്ലൂഷൻ വേണ്ടത് ഈ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. അപ്പോൾ ഇതൊരു ട്രയൽ ആണെങ്കിൽ, ഇതൊരു ടെസ്റ്റിംഗ് ആണെങ്കിൽ, ഫൈനൽ റിസൾട്ട് ഓർ ഫൈനൽ ഔട്ട്പുട്ട് ദൈവം ആഗ്രഹിക്കുന്നത് സ്ഥിരത, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിന്റെ നമുക്ക് പല വേറെ തന്നെ മലയാളം ട്രാൻസ്ലേഷൻ വേർഷൻസിൽ ക്ഷമ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് വേർഷൻസിൽ അതിനെ പെർസിവിയറൻസ് എന്ന് വിളിക്കുന്നുണ്ട്. പെർസിവിയറൻസ് ഇൻ ദ സെൻസ് നമ്മുടെ ഒരു നോട്ട് ഗിവിങ് അപ്പ് എന്നുള്ള ഒരു റെസിലിയൻസ്. അതായത് നമ്മൾ എന്താ പറയുക, നമ്മുടെ ഈ ഇങ്ങനത്തെ ഒരു മെറ്റഫോറിക്കൽ പിന്നെ അനാലജി ദൈവം ഉപയോഗിക്കാറുണ്ടല്ലോ. സ്വർണം ഒരു സ്വർണം ആക്കുന്ന ഒരു പ്രോസസ്സ് അല്ലെ, നമ്മളതിനെ ഉരുക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സ്. ഈ പ്രോസസ്സിന്റെ ഒക്കെ വേറൊരു വാക്കെന്നുള്ള രീതിയിലാണ് ഈ സ്ഥിരത എന്ന് ഉപയോഗിക്കുന്നത്. അപ്പം ഒരു ട്രയല്, ഒരു ടെസ്റ്റിങ്, ഈ ട്രയലും ടെസ്റ്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ വേണ്ടത് സ്ഥിരതയാണ്. അതായത് ഒരു സ്ഥിരതയുള്ള, ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ. ഈ മെച്യൂരിറ്റി വരുന്നത് എപ്പോഴാണ്? എനിക്ക് തോന്നുന്നത് മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ ഞാൻ പരാമർശിച്ചിരിക്കുന്ന സെയിം ഒരു ഐഡിയ തന്നെയാണ്. ഒരു മെച്യൂർഡ് ക്രിസ്ത്യൻ, ഒരു സ്ഥിരത വന്ന ക്രിസ്ത്യൻ എന്ന് പറയുന്നത് ഒരു പുതിയൊരു പ്രശ്നം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആകെപ്പാടെ ഇളകി ഭയങ്കരമായിട്ട് ഡിപ്രഷൻ അടിച്ച് ആങ്സൈറ്റി വന്ന് ആ ഒരു റിയാക്ഷൻ അല്ല ഒരു സ്ഥിരതയുള്ള ക്രിസ്ത്യൻ ജീവിതത്തിൽ എന്ത് വന്നു കഴിഞ്ഞാലും ഇത് ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നാണ്, ഇതിന്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ട്, ഇതിൽ എന്തോ ഒരു ദൈവിക പദ്ധതി ഒളിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മെച്യൂരിറ്റി ഉള്ള ഒരാളാണ് ഈ സ്ഥിരതയുള്ള ക്രിസ്ത്യൻ. അപ്പം അതാണ് രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞേക്കുന്നത് ഇത് സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവീൻ. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രയാസമായിട്ടുള്ള ഒരു കാര്യം. ഒരു ട്രയൽ വരുന്ന സമയത്ത്, ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമുക്ക് മാത്രമേ അറിയുള്ളൂ അത് എത്ര ബുദ്ധിമുട്ടായിരിക്കും, എത്ര ഫ്രസ്ട്രേറ്റിംഗ് ആയിരിക്കും എന്നുള്ളത്. അത് പിന്നെ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് അത് സന്തോഷമായിട്ട് എണ്ണാൻ. കാര്യം ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു ട്രയൽ ട്രിബുലേഷൻ ഒക്കെ ജീവിതത്തിൽ വരുന്ന സമയത്ത് അതിനെ സന്തോഷമെന്ന് എണ്ണിക്കോ. കാര്യം ദാറ്റ് ഇസ് എ ടെസ്റ്റിംഗ് ഓഫ് ദി ഫെയ്ത്ത്. ആൻഡ് നമ്മൾ നല്ലപോലെ അതിന്റെ ടെസ്റ്റ് റിസൾട്ട് നമ്മൾ നല്ലപോലെ എക്സാം പാസ് ആവുകയാണെങ്കിൽ ദൈവത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം നമ്മളിൽ നിന്ന് പുറപ്പെടും. അതാണ് സ്ഥിരത, പെർസീവറൻസ്, അല്ലെങ്കിൽ ക്ഷമ എന്ന് വേണമെങ്കിലും പറയാം. ഇനി നാലാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ, ശരിക്കും ഇത് എന്തിനാ ചെയ്യുന്നതെന്നുള്ളതാണ്, ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അപ്പോൾ ഒരു ട്രയൽ വരുമ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്ന് എന്ത് റിയാക്ഷൻ ആയിരിക്കും വരേണ്ടത് എന്നുള്ളതും ബൈബിളിൽ ഇവിടെ ചെറുതായിട്ട് ഹിന്റ് ചെയ്യുന്നുണ്ട്. സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അപ്പം ഒരു മെച്യൂർഡ് ക്രിസ്ത്യൻ ആണെങ്കിൽ ഒരു ട്രയൽ ആൻഡ് ട്രിബുലേഷൻ വരുന്ന സമയത്ത് ആ സ്ഥിരതയ്ക്കും ആ മെച്യൂരിറ്റിക്കും അനുസരിച്ചുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ ഒരു ട്രയലോ ട്രിബുലേഷനോ വരുന്ന സമയത്ത് പെട്ടെന്ന് അതിനെ പറ്റിയിട്ട് പിന്നെ വിഷമിച്ച് ഇതെന്തായാലും ഒരു സാത്താൻ്റെ അറ്റാക്ക്, എനിക്കിനകത്ത് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഇനി വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്ന് കരുതി പ്രാർത്ഥിക്കാതെയും ദൈവത്തിൻ്റെ ഒരു ഇഷ്ടം അതിനകത്ത് ചോദിക്കാതെയും വളരെ നെഗറ്റീവായിട്ട് ഇതിനെ എടുത്ത് പിന്നെ നമ്മളൊരു ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ട് നെഗറ്റീവായിട്ട് കാണാതെ സ്ഥിരതയ്ക്ക് തികഞ്ഞ ഒരു പ്രവൃത്തി നമ്മൾക്ക് ആ സമയത്ത് നമ്മളുടെ ഓപ്ഷനാണ് നമ്മൾ ഇതിനെ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഒരു ട്രയൽ, ഇപ്പം ഞാൻ റീസെൻ്റ്ലി എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വർക്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് അറിയാവുന്ന, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വർക്കിൻ്റെ ചില ആസ്പെക്ട്സ് പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൺട്രോളിലേ അല്ല, എന്താ പറ്റുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എൻ്റെ തന്നെ ഫ്രണ്ട്സ്, എൻ്റെ ബ്രദർ ഒക്കെ ഒരുപാട് റീസെൻ്റ്ലി ഈ വക സെയിം പ്രശ്നത്തിലൂടെ കടന്നുപോയ ആൾക്കാരാണ്. പെട്ടെന്ന് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള, ഒരിക്കലും നമ്മൾ അധികം ദൈവത്തെ ആശ്രയിക്കാത്ത ഒരു ഏരിയ, നമ്മൾ വളരെ മൈന്യൂട്ടായിട്ട് കാണുന്ന ഒരു ഏരിയയിൽ നമുക്ക് ഒരു കൺട്രോളും ഇല്ലാണ്ട് പല പ്രശ്നങ്ങൾ അവിടെ വരുന്നു. അപ്പോൾ നമ്മൾ തുടക്കത്തിലൊക്കെ, എനിക്ക് പ്രസംഗിക്കുന്നെങ്കിലും തുടക്കത്തിൽ ഞാൻ ഉടനെ ദൈവത്തിൻ്റെ ഒരു ഇഷ്ടം ആരായ
പറയാനായിട്ട് ആ സമയത്ത് ശ്രമിച്ചില്ല. ഞാൻ എൻ്റെ തന്നെ കുറച്ച് കൺക്ലൂഷൻസോ എൻ്റെ തന്നെ കുറച്ച് സൊല്യൂഷൻസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് നോക്കി. നടക്കാത്ത വന്നപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്തോട് ദൈവം അപ്പം എന്താണ് എന്നെ പഠിപ്പിക്കുന്നത്. പല സമയങ്ങളിലും ഇങ്ങനത്തെ ചെറിയ ട്രയൽസിലൂടെ ദൈവം നമ്മളിൽ നിന്ന് ചില കാര്യങ്ങൾ റിമൂവ് ചെയ്യാനാണ് നോക്കുന്നത്. ഈ സ്ഥിരത വന്ന ക്രിസ്ത്യൻ എന്ന് പറയുന്നത് പല കാര്യങ്ങളും ഇങ്ങനെ റിമൂവ്ഡ് ആയ ഒരാളാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ പേഴ്സണൽ ഒരു ടേക്ക് അവേ, ഞാൻ പഠിച്ചത് ഈ ഒരു പ്രശ്നം കഴിഞ്ഞതോടെ ഞാൻ പഠിച്ചതെന്ന് പറയുന്നത്, എനിക്ക് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാം എനിക്ക് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അതിനകത്ത് പഠിക്കാനൊന്നുമില്ല എന്നുള്ള ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് മെൻറ്റാലിറ്റി ഇല്ലാത്ത ഒരു മൈൻഡ് സെറ്റിലേക്ക് വരുന്ന ഒരു സമയത്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതോടെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ഇനി ഇങ്ങനത്തെ ആംഗിൾസും കൂടെ ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട് എന്നുള്ളത്. അപ്പം ഞാനിത് എൻ്റെ വളരെ സ്പെസിഫിക് ആയിട്ടൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ പറ്റി ആഴമായി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ ദൈവം നമ്മൾ എന്തോ ഒരു കാര്യം നമ്മൾ പഠിക്കാനായിട്ടുണ്ട്. എന്നാലേ അടുത്ത ഒരു സീസണിലേക്ക് ദൈവം നമ്മളെ ഒരു കാര്യത്തിന് പ്രിപ്പയർ ചെയ്യുമ്പം ഇവിടുന്ന് നമ്മുടെ മനസ്സിൽ ചില സമയത്ത് അത് അഹങ്കാരമായിരിക്കാം, ചില സമയത്ത് ആരോടോ ഉള്ള ഒരു ഹേറ്റ്രഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അനോയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പല നമ്മളുടെ അടുത്ത ഒരു സീസണിലേക്ക് ദൈവം നമ്മളെ പ്രിപ്പയർ ചെയ്യുമ്പം ഈ ഒരു സീസണിൽ നമ്മൾ കളഞ്ഞിട്ട് പോകേണ്ട ചില കാര്യങ്ങളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. എന്നാലേ നമുക്ക് അടുത്ത സീസണിലേക്ക് ദൈവം നമ്മളെ അയക്കുന്ന അടുത്ത അസൈൻമെന്റ് സ്വീകരിക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. എന്നാലേ നമുക്ക് ആ ഒരു മെച്യൂരിറ്റി വരുള്ളൂ. ആ ഒരു മെച്യൂരിറ്റി വരണമെങ്കിൽ ഈ ചില കളയേണ്ട കാര്യങ്ങൾ നമ്മൾ കളയേണ്ടി വരും. അത് നമ്മൾ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കത്തുമില്ല, കളയത്തുമില്ല. അപ്പൊ ദൈവത്തിന് ചില സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ ഒരു ട്രയലിലൂടെ കടത്തിവിട്ടാലേ നമ്മൾ സ്വന്തമായി ചിന്തിക്കുകയുള്ളൂ. അതും തുടക്കത്തിൽ നമ്മൾ ചിന്തിക്കില്ല. അങ്ങനെ ആരെങ്കിലും തുടക്കത്തിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ വളരെ മെച്ചോർഡായിട്ടുള്ള ക്രിസ്ത്യൻസ് ആണ്. തുടക്കത്തിൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ തന്നെ എന്തോ ഒരു കുഴപ്പം കൊണ്ടാണ്, അപ്പം നമ്മൾ തന്നെ അത് സൊല്യൂഷനിലേക്ക് കടന്നു വരും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ കൊണ്ട് പറ്റത്തില്ല, നമ്മൾ ദൈവത്തിന്റെ അടുത്ത് പോകും. അപ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇന്ന് ഞാൻ ഈ ഒരു വളരെ ചെറിയൊരു ടോപ്പിക് എടുത്തെങ്കിലും എനിക്ക് തോന്നുന്നു നൊയമ്പിന്റെ ഒക്കെ സമയങ്ങളിൽ നമ്മൾ ദൈവത്തിന്റെ നമ്മളുടെ സാക്രിഫൈസ് ഒക്കെ കമമറേറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു സമയത്ത് ഒരു റിഫ്ലക്ഷൻ നല്ലതാണ്. എനിക്ക് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും, ഈവൻ ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് സൂപ്പർഫിഷ്യലി നിൽക്കുന്ന ആൾക്കാർ പോലും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ട്രയൽ നമ്മൾ മേജർ ആയിരിക്കത്തില്ല, ചെറുതായിരിക്കും. പക്ഷെ അതിനകത്തൊക്കെ നമുക്ക് പഠിക്കാനുള്ള ദൈവം നമ്മളിൽ നിന്ന് ചില പ്രൂണിങ് ഓഫ് അവർ സെൽസ് എന്ന് പറയും. അതായത് ദൈവം നമ്മളെ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ മകനെ യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവന്റെ ശാസനയിൽ ക്ഷീണിക്കരുത്. യഹോവ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു, പിതാവ് പ്രിയമുള്ള മകനെ ശാസിക്കുന്നത് പോലെ. പല എക്സാമ്പിൾസ് ബൈബിളിലുണ്ട്. ഞാൻ ഇപ്പോൾ വായിച്ചത് സദൃശവാക്യം 3:11-12. അതുപോലെ തന്നെ സങ്കീർത്തനം 119:71. ഞാൻ കഷ്ടപ്പെട്ടു എന്നത് എനിക്ക് നന്മയായി, അതുവഴി ഞാൻ നിന്റെ ചട്ടങ്ങൾ പഠിച്ചു. അപ്പം ഐ ഹോപ്പ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു കോൺവെർസേഷനിലൂടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുപോലത്തെ ഓർഡിനറി ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ് എപ്പോഴും ഒരു എനിമി അറ്റാക്ക് ആയിരിക്കണം എന്നില്ല. പല സമയങ്ങളിലും ദൈവം നമ്മളുടെ ക്യാരക്ടറിനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, നമ്മളുടെ സ്പിരിച്വൽ മെച്യൂരിറ്റി നമ്മളിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള സ്ഥിരത അല്ലെങ്കിൽ ക്ഷമ, ഇതൊക്കെ നമ്മളുടെ സ്പിരിച്വൽ ലൈഫിൽ കൊണ്ടുവരാനായിട്ടുള്ള ചെറിയ ഒരു ട്രയലാണ്. ദൈവം അതിൽ നിന്ന് നമ്മളെ അടുത്തൊരു സീസണിലേക്ക്, ദൈവത്തിന്റെ പർപ്പസിലേക്ക് നമ്മളെ ദൈവം വിളിക്കുമ്പം ഇതിന് പല സീസൺസ് ആണുള്ളത്. അപ്പോൾ അടുത്തൊരു അസൈൻമെന്റ് തരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, ചില കളയേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാണ്ട് ചിലപ്പോൾ അടുത്തൊരു അസൈൻമെന്റിന് നമ്മൾ റെഡി ആയിരിക്കില്ല. അപ്പോൾ ദൈവം നമ്മളെ റെഡിയാക്കുന്ന ചില സിറ്റുവേഷൻസുകളായിരിക്കാം ഇത്. അപ്പം ഇങ്ങനത്തെ ഈ നൊയമ്പിന്റെ കാലഘട്ടത്തിൽ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ സെൽഫ് റിഫ്ലക്ഷൻ ആവുന്നത് വളരെ നല്ലതാണ്. എങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ നമ്മളുടെ ചെറിയ ഫ്രസ്ട്രേഷൻസിനോട് റിയാക്ട് ചെയ്യുന്നത്? ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെയാണോ റിയാക്ട് ചെയ്യുന്നത്, അതോ നമ്മളുടെ സ്വന്തം കഴിവിലൊക്കെ ആശ്രയിച്ചിട്ടുള്ള റിയാക്ഷൻ ആണോ എന്നും ഒക്കെ ഈ നൊയമ്പിന്റെ കാലഘട്ടങ്ങളിൽ റിഫ്ലക്ട് ചെയ്യാനും കൂടെ ഇന്നത്തെ ഡിസ്കഷൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യട്ടെയും കൂടെ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്തൊരാഴ്ച കാണുന്നത് വരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.